പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ജനിക്കുന്നതിൻ്റെ ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവിലൂടെ കർത്താവ് അവിടുന്ന് ചെയ്ത വലിയൊരു പ്രവചനത്തിന്റെ അരുളിപ്പാട് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചക പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വചനം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പേർ വിളിക്കപ്പെടും. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? യേശുവിനെ കുറിച്ച്. നമുക്കൊരു ശിശു ജനിക്കും. അവൻ എവിടെ ജനിക്കും? ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി പൂജാതനായി എന്റെ കർത്താവ്. ഇതാ പ്രവാചകൻ പറയുകയാണ്, നമുക്കൊരു ശിശു ജനിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ ആരാണ്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് സമാധാനത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇവിടെയാ ദൈവത്തിന്റെ അരുളിപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ പറഞ്ഞതുപോലെ കന്യകയിൽ ഒരു മകനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുവാൻ ഇടവന്നു. വചനം മാംസമായി, ആ മാംസം ജഡമായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന യേശു കർത്താവ് സ്വർഗീയ രഹസ്യങ്ങളെ, സ്വർഗത്തിൻ്റെതായ സകല മർമ്മങ്ങളും വെളിപ്പെടുത്തുവാൻ, കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ സകല മനുഷ്യരെയും രക്ഷിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ കുറിച്ചാണ് പ്രവാചകൻ പറയുവാൻ ഇടവന്നെങ്കിൽ, ഈ പ്രവാചക സന്ദേശം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവ് ജനിച്ചു, 30 വർഷക്കാലം മാതാപിതാക്കളോട് കൂടെ അനുസരണയുള്ളവനായി ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ ജോർദാൻ നദിയിൽ സ്നാപകനിലൂടെ സ്നാനമെടുത്തപ്പോഴാണ് സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ശബ്ദം അവിടുന്ന് കേൾക്കാൻ ഇടവന്നത്. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഒരു ശിശു ജനിക്കും. അതാരാ? സ്വർഗം അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുക, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ ശബ്ദം ആരുടേതാ? പിതാവായ ദൈവത്തിന്റെ. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം. ആധിപത്യം എന്റെ മേലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ സ്നാനപ്പെട്ട ശേഷമുള്ള ദൈവിക ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിറവിൽ ജനിച്ച ശിശുവായ ക്രിസ്തു ആധിപത്യം മുഴുവനും അവന്റെ മേൽ അവിടുന്ന് കൊടുക്കുമ്പോൾ, അവൻ ഒന്ന് അത്ഭുത മന്ത്രിയായിട്ടാ അവൻ കടന്നു വരുന്നത്. 2, അവൻ വീരനാം ദൈവമാണ്. 3, അവൻ നിത്യപിതാവാണ്. 4, അവൻ സമാധാന പ്രഭുവായി അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പിശാചിനെയും ലോകത്തെയും പാപത്തെയും പരാജയപ്പെടുത്തി പാപലോക ബന്ധനത്തിൽ കഴിയുന്ന സകല മനുഷ്യരെയും പാപങ്ങളെ കഴുകിയ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവിനെയാണ്
പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുന്നത്, ഇതാ നമുക്ക് ജനിച്ച ശിശു വരാനിരിക്കുന്ന മശിഹയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ യേശു കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ വീണ്ടും ഒന്ന് അതിരത്തിലും ഹൃദയത്തിലും ഒന്ന് ഏറ്റുപറഞ്ഞ് ഒന്ന് ആരാധിക്കാമോ? ഒന്ന് നന്ദി പറയാമോ? ഒന്ന് മഹത്വപ്പെടുത്താമോ? അവന്റെ ആത്മസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആത്മകൃപ നമ്മൾ അനുഭവിക്കാൻ ഇടവരും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ ഈ വചനം ഞങ്ങളുടെ അകത്ത് ആത്മാവിൽ വെളിപ്പെടേണ്ടതിന് യെശയ്യാ പ്രവാചകനിലൂടെ പറയപ്പെട്ട ദൈവിക ദൂത് പുതിയ നിയമത്തിൽ കർത്താവ് നമുക്കായി കടന്നു വന്ന് പാപങ്ങൾ വഹിച്ചെങ്കിൽ അവന്റെ സന്നിധിയിൽ മകനും മകളുമായി ഞങ്ങളെ വേർതിരിച്ച് നിർത്തിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന്റെ ശക്തി അഭിഷേകവും ഞങ്ങളുടെ എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.